ഹായ് എവരിവൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു സ്ഥിരം കറി തന്നെയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഇറച്ചിയും ഉരുളക്കിഴങ്ങും, ബീഫും ഉരുളക്കിഴങ്ങും കൂടിയ ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ബീഫ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബീഫാണിത്. ഇത് 1 കിലോ ബീഫുണ്ട്. ഇത് മുഴുവൻ ഞാൻ കറിയിലേക്ക് ഇടില്ല, ഇതിൻ്റെ ഹാഫേ ഞാൻ കറിയിലേക്ക് ഇടുള്ളൂ. ബീഫ്, പച്ചമുളക്, ഇഞ്ചി, ഈ കറിവേപ്പില, വെളുത്തുള്ളി, സബോള, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചിട്ടുള്ളതാണ്. ചെറുതായിട്ട് കുറച്ച് ഗരം മസാലയും ഞാൻ ഇട്ടിട്ടുണ്ട് വേവിക്കുമ്പോൾ. ഇതെല്ലാം ഇട്ട് എല്ലാ പൊടികളും എല്ലാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ ചതച്ചിട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഇടുക. സബോള ഞാൻ അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി വേവിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വേവിച്ച് ശരിയാക്കി പാകപ്പെടുത്തി വെച്ചിട്ടുള്ള ബീഫാണിത്. ഇതിൽ നിന്ന് നമ്മൾ പകുതി ഇന്നിപ്പം ഈ കറിയിലേക്ക് ഇടും. സ്ഥിരമായിട്ട് എല്ലാവരും വയ്ക്കുന്ന കറി തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന കറിയാണ്. എൻ്റേതായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ കറി ഒന്ന് ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ. അറിയുന്ന കറി തന്നെയാണ്, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ വയ്ക്കുന്ന രീതി, ഞാൻ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ 3 പാലായിട്ട് എടുക്കും. ഒരു തേങ്ങ മുഴുവൻ എടുക്കില്ല, അര തേങ്ങയേക്കാളും കുറച്ച് കൂടുതലെടുക്കും. എന്നിട്ട് 3 പാലാണ് എടുക്കുക. അതായത് ആദ്യത്തെ പാല്, 2ാം പാല്, 3ാം പാല്. ഈ 3ാം പാലും 2ാം പാലും ഒഴിച്ച് തിളപ്പിച്ച് വറ്റി ലാസ്റ്റിൽ മാത്രമേ തെൻപാല്, അതായത് ആദ്യത്തെ പാല് ഞാൻ ഒഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് വേവിച്ച് വെച്ചതുണ്ട്, പിന്നെ അത് താളിക്കാനുള്ള ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ താളിക്കുന്ന സമയത്ത് ഞാനത് അരച്ചിട്ടാണ് ചേർക്കുക. വെളുത്തുള്ളി അരച്ചത് 1 സ്പൂണുണ്ട്, ഇഞ്ചി അരച്ചത് 1 സ്പൂണുണ്ട്, പച്ചമുളക് കുറച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചതച്ചതിട്ടിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. പക്ഷേ താളിക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചേർക്കും. ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഞാൻ കാച്ചിയെടുക്കുന്നത്. 1/2 കിലോ ബീഫിലേക്ക് 3 ഒരു ഇടത്തരം, വല്ലാതെ വലിയ ഉരുളക്കിഴങ്ങല്ല, 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. 1 ചെറുതാണ്, 2 കുറച്ച് വലുതും. അങ്ങനെ ഈ 3 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്, വേറെ വേവിച്ച് വെച്ചു. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗവ് ഓണാക്കിയിട്ട് നമുക്ക് നമ്മുടെ പാനിലേക്ക് താളിക്കണ പണി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. താളിക്കാനായിട്ടുള്ള സാധനങ്ങളിട്ട് താളിച്ച് തുടങ്ങാം നമുക്ക്. അപ്പോൾ സ്റ്റൗ ഓണാക്കുകയാണ്. സ്റ്റൗ ഓണാക്കിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ ചൂടായി വരുമ്പോൾ, പാനിൽ വെള്ളമൊന്നുമില്ല, അപ്പോൾ ചെറിയൊരു ചൂടാകുമ്പോൾ തന്നെ നമുക്കതിനകത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇനി നമുക്കതിനകത്തേക്ക് നമ്മുടെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. വെളിച്ചെണ്ണ ചൂടായിട്ടാണ് നമുക്ക് നമ്മുടെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ചുമന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം തയ്യാറാക്കി കാരണം ഇനി എളുപ്പം നമുക്ക് ശരിയാക്കാനായിട്ട് സാധിക്കും. ഇത് ചൂടാവുന്ന സമയം മാത്രം മതി. അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. സാധാരണ നമ്മളൊരു കറി തൂവിച്ചെടുക്കുക, അതായത് കാച്ചിയെടുക്കുന്ന അല്ലെങ്കിൽ പാകപ്പെടുത്തി എടുക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആദ്യം ചുമന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചുമന്നുള്ളി മൂത്തതിന് ശേഷം, അതായത് മുരിഞ്ഞ് ആ ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രമേ ഇനി നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ചുമന്നുള്ളി മൂക്കാനായിട്ട് ഇട്ടു. അതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ശരിയാവാനായിട്ട്, പിന്നെ ഉപ്പ് നോക്കിയിട്ട് അവസാനം നമ്മൾ കറി ഇറക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാവരും സാധാരണ ഇത് ചപ്പാത്തിക്ക് എടുക്കുന്ന ഒരു കറിയാണ്. ചപ്പാത്തിക്കാണ് കൂടുതൽ ഇത് എടുക്കാറ്. ഈ കറി വൈകിട്ട് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. മറ്റ് അപ്പം, അതുപോലെ തന്നെ ഇടിയപ്പം, ഇതൊക്കെ കഴിക്കാനായിട്ട് ഈ കറി നമുക്ക് ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കറിയായ കാരണം ഇപ്പോൾ എല്ലാ ഹോട്ടലുകളിലും ഇത് ഭയങ്കര പ്രസിദ്ധിയായിട്ട് ഇപ്പോൾ എല്ലാവരും ഇറക്കുന്നുണ്ട്, പാലൊഴിച്ച കറി എന്നും പറഞ്ഞിട്ട്. നമ്മൾ സ്ഥിരം പണ്ടുകാലം തൊട്ട് എല്ലാവരും വയ്ക്കുന്നൊരു കറിയാണ്.
അപ്പോൾ ഇത് ഉള്ളി പാകാവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഒരു പ്രത്യേക കാര്യം പറയാം, നമ്മുടെ ചാനൽ കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഞങ്ങളായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഉള്ളി ഒരുവിധം മൂപ്പായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ഉള്ളിയിലേക്ക് ഒരുവിധം മൂപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അത് അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയാണ്. പച്ചമുളക് ഇത് മൂന്നും ഇട്ട് അതും ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. എന്ന് വെച്ചാൽ നമ്മൾ കാച്ചുന്ന സമയത്തല്ലേ ഇടണം, അപ്പോൾ അത് അരച്ചതാണ്, അത് കാരണം വേഗം പച്ചമണം മാറിക്കിട്ടും. പച്ചമണം മാറിക്കിട്ടണം. ഏകദേശം അത് ശരിയായി വരുമ്പോൾ ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ താളിക്കണ പണിയാണ് ശരിക്കും. ഇനി ഇതിലേക്ക് തന്നെ ഞാനൊരു സ്വല്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ പൊടികളും, അതായത് മുളക് പൊടി, ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ ഇടുന്നുണ്ടല്ലോ. അപ്പം ഈ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. പക്ഷേ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകൊക്കെ നമുക്ക് ഇനി വീണ്ടും ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഇറച്ചിക്കറി ആയ കാരണം കുറച്ച് ഹോട്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ 2 സ്പൂൺ മുളക് പൊടി, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഓൾറെഡി ഇത് കൊഴുപ്പുണ്ടാവും മല്ലിപ്പൊടി. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കാരണം കൊഴുപ്പുണ്ടാവും, പക്ഷേ മല്ലിപ്പൊടിയുടെ സ്വാദും കൂടി ആകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. എല്ലാ മസാലകളും ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് പട്ട, കരിയാമ്പൂ, ഏലക്ക, അങ്ങനെ പെരിഞ്ജീരകം, അങ്ങനെ എല്ലാ മസാലകളും എല്ലാ ഇതുകളും ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്ത് ഇനി ഇത് മൂത്ത് പാകമാകുമ്പോൾ നമുക്ക് മണം വരും, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഏകദേശം മൂത്ത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ആദ്യം 3-ാം പാലാണ് ഒഴിക്കുന്നത്. 3-ാം പാലും 2-ാം പാലും ഞാൻ ഒഴിക്കും. 3-ാം പാലും 2-ാം പാലും ഒഴിച്ചിട്ട് ഇനി തിളയ്ക്കാനായിട്ട് തീ വലുതാക്കിയിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം. നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ട്, അത് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് ഇടാനുള്ള ബീഫും നമ്മൾ തയ്യാറാക്കി വെക്കണം. ഇനി ആ ബീഫ് ഇട്ട് ഉരുളക്കിഴങ്ങിട്ട് കറി പാകത്തിന് വറ്റിച്ച് തെൻപാൽ ഒഴിച്ച് ഉപ്പ് പാകമാണോ നോക്കി എടുക്കണം. പണി മാത്രമേ ഇനിയുള്ളൂ. ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് ഞാനതൊന്ന് ഉടയ്ക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ ഉരുളക്കിഴങ്ങ് നമ്മൾ അവസാനമല്ലേ ചേർക്കണത്. അപ്പോൾ അതിനകത്ത് എല്ലാം പിടിക്കാനായിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് കയ്യിലുകൊണ്ട് ഉടച്ചിട്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇറച്ചി ഇട്ടിട്ടില്ല കേട്ടോ, ബീഫ് ഇട്ടിട്ടില്ല, ഉരുളക്കിഴങ്ങ് മാത്രം ഞാനിട്ട് അതൊന്ന് നന്നായി പിടിക്കാനായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കണം. ഇറച്ചിയും ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇറച്ചി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പകുതി ഇറച്ചിയെ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറ്റിയിട്ടുള്ള ഇറച്ചിയാണ് ഇത്. 1/2 കിലോ ബീഫാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുള്ളൂ. അത്യാവശ്യം കുറച്ച് നെയ്യുള്ള ബീഫാണ് ഇത്. അത് വേവിച്ച് വെച്ചതിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ട്, അതോട് കൂടിയിട്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇറച്ചിയും ഉരുളക്കിഴങ്ങും കൂടി പിടിച്ച് അത് പാകമാവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായി ഈ തേങ്ങാപ്പാൽ, ഇത് 2-ാം പാലും 3-ാം പാലുമാണ്. ഇത് നന്നായി വറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് കറി ഇറക്കി വയ്ക്കാം. നമ്മുടെ കറി
അത്യാവശ്യം നന്നായി വറ്റി തേങ്ങാപ്പാലൊക്കെ വറ്റി കറി ശരിയായി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. ഒരു ഭാഗത്തേക്ക് വെളിച്ചെണ്ണ ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ കറി ഏകദേശം പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. എനിക്ക് ഉപ്പ് ഇത്തിരി കുറവാന്ന് തോന്നുന്നുണ്ട്. ഞാൻ സ്വല്പം കൂടി ഉപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി വേറെ ഇടണത് കാണിച്ചിടില്ല. അതെൻ്റെ ഗരം മസാലയിൽ ഞാൻ പട്ടയും കരിയാമ്പും ഏലക്കയും പെരുംജീരകവും കുരുമുളക് പൊടിയും പിന്നെ ഒരു കശകശാന്ന് പറഞ്ഞിട്ട് ചെറിയ പൊടി പോലത്തെ ഒരു സാധനമുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഗരം മസാല തയ്യാറാക്കി വയ്ക്കുക. ഗരം മസാലയുടെ ഒരു പാക്കറ്റായിട്ട് കിട്ടും നമുക്ക്. അത് സാധാരണ കടകളിൽ നിന്നൊക്കെ കിട്ടും. ഇവിടെ ബസ്റ്റിൽ നിന്ന് അതൊരു പാക്കറ്റായിട്ട് കിട്ടും. അത് അങ്ങനെ പൊടിച്ച് വയ്ക്കും. അതിൽ കുറച്ചും കൂടിയും കുരുമുളക് ഞാൻ ചേർക്കും. അപ്പോൾ വേറെ കുരുമുളക് പൊടി ഞാൻ അധികം ഇടാറില്ല. ആ മസാലക്കൂട്ടിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് പൗഡറാക്കിയിട്ട് ഗരം മസാല പൗഡർ എപ്പോഴും ഞാൻ വീട്ടിൽ തയ്യാറാക്കി വയ്ക്കും. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തെൻപാൽ, അതായത് ആദ്യത്തെ തെൻപാൽ ഞാൻ ഒഴിക്കുകയാണ്. തെൻപാൽ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് തിളച്ച് നമ്മുടെ മീൻകറിയല്ല ഇറച്ചിക്കറി ശരി. ഇറച്ചിയും ഉരുളക്കിഴങ്ങും പാലൊഴിച്ച ഇറച്ചിക്കറി തെൻപാൽ നമ്മൾ ഒഴിച്ചു. ഇതൊന്ന് തിളയ്ക്കണം. തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യാണ്. തിളച്ചിട്ട് നമ്മുടെ കറി റെഡിയായി. കറി തിളച്ചു കേട്ടോ. കറി തിളച്ച് വന്നിട്ടുണ്ട്. തെൻപാൽ ഒഴിച്ചിട്ട് വല്ലാതെ നമ്മൾ തിളപ്പിക്കില്ല. ആദ്യത്തെ പാലല്ലേ, അപ്പോൾ അത് പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് വല്ലാതെ തിളപ്പിക്കില്ല. നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി ഇടാം. ഇപ്പോൾ ഈ കറി നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ, അതായത് വെള്ളയപ്പം, പൊറോട്ട, ചപ്പാത്തി, അതുപോലെ തന്നെ നൂലപ്പം, പിന്നെ എന്താ പത്തിരി, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഞങ്ങൾ ചോറിനൊപ്പം ഇത് കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബീഫും ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാൽ വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കാണ്. ഇനി നമുക്കിത് ആവശ്യാനുസരണം ഉപയോഗിക്കാം.